14 സെന്റ് സ്ഥലത്തില് 1700 സ്ക്വയർ ഫീറ്റ്. ഭരണങ്ങാനത്ത് നിന്ന് ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന വഴിയിൽ ഹൈവേയിൽ നിന്നും വെറും 200 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ല നിരപ്പ് റോഡ് തന്നെ പോയാൽ മതി. റോഡിന് കയറ്റമോ ഇറക്കമോ ഒന്നുമില്ല. അങ്ങനെയുള്ള റോഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ല പഞ്ചായത്ത് റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്ലോട്ടായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി വീട്, നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ട വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില 92 ലക്ഷം രൂപ. സ്ഥലത്തിന് നല്ല വില കൂടിയ മേഖലയാണ്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് റൂഫ് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല കേരള തനിമയുള്ള എന്നാൽ ന്യൂ മോഡേൺ ആക്കിയിട്ടുള്ള നല്ല അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്, ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ച് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് സംസാരിക്കാം. മേനേജർ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന വീഡിയോ ഇതാ 14 സെന്റ് സ്ഥലത്തില് 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന ഇത് ഇത്രയും നല്ല മുറ്റമുള്ള നല്ല കിണർ തന്നെ, മുറ്റത്തിന്റെ ഏറ്റവും ഫ്രണ്ടിൽ കിണർ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക. അതുകൊണ്ടോ മുറ്റത്തിന്റെ ഷേപ്പ് ഒന്ന് നോക്കിക്കുക, എത്ര വാഹനങ്ങൾ കയറ്റിയിടാമെന്ന് നോക്കിക്കുക. തൊട്ടപ്പുറത്ത് വേറൊരു വീട് പണി നടക്കുന്നു. ഇത് എൻ്റെ വണ്ടി വെച്ചിരിക്കുന്ന ഇതാണ് റോഡ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് പഞ്ചായത്ത് റോഡാണ്. ടാർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം. ഹൈവേയിൽ നിന്നും വെറും 200 മീറ്റർ ദൂരം മാത്രം വന്നു കഴിയുമ്പോൾ കാണുന്ന നല്ലൊരു ഉത്തമമായൊരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത്. നമുക്ക് വീടിന്റെ ചുറ്റുവട്ടം ഒന്ന് കടന്നു നോക്കാം. ഇതാണ് കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട്. നിലവിൽ വലയൊക്കെ ഇട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലവേഷൻ കാണുന്നത്. നമ്മൾ ഈ റോഡ് പഞ്ചായത്ത് റോഡ് നമ്മൾ വരുന്ന വഴി അവിടെ നിന്നായതുകൊണ്ട് ഈ സൈഡിലും നല്ലൊരു എലവേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലവേഷൻ. നമുക്ക് നേരെ വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. അതിന് മുൻപ് വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തെ മുറ്റം ഒന്ന് കാണാം. ഇതാണ് വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തെ മുറ്റം. ഇതാണ് വീടിന്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട്. ഈ പ്രത്യേകതരം ഇതിനൊരു പ്രത്യേക പേര് പറയും, അതെനിക്കറിയില്ല. പലപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈസ് പുതിയ മോഡൽ സംഭവമാണ്. ഇങ്ങനെ കവർ ചെയ്യുവാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു മോഡൽ സംഭവം. ഇതാണ് കാർ പോർച്ച്. ഇപ്പുറത്തെ സൈഡ് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന സൈഡിലും അത്യാവശ്യം നല്ല മുറ്റമുണ്ട്. മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ റൂഫ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. നമ്മൾ മിക്ക വീടിൻ്റെ റൂഫ് വർക്കുകൾ കണ്ടതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ റൂഫ് വർക്കിനകത്തേക്ക് കയറേണ്ട ആവശ്യം ഇല്ല. ഏതായാലും നമ്മൾ നേരെ വീടിനകത്തേക്ക് പ്രവേശിക്കാം. കാർ പോർച്ച് വലിയ ഇന്നോവ ക്രിസ്റ്റ പോലെ അല്ലെങ്കിൽ വലിയ ഫോർച്യൂണർ പോലെ വലിയ വാഹനങ്ങൾ കയറ്റിയിടാൻ പറ്റുന്ന കാർ പോർച്ചുണ്ട്. ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് പില്ലറുകളിലൊക്കെ. അതൊരു നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട് നമ്മൾ കാണുന്നു. സിറ്റ് ഔട്ട് നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ട്, എന്നാൽ ഒട്ടും പ്രൈവസി ചോർന്നു പോകാത്ത രീതിയിലുള്ള നല്ലൊരു സിറ്റ് ഔട്ട്. ഇത് ഫ്രണ്ട് ജനൽപ്പാളിയാണ് നമ്മൾ കാണുന്നത്. ജനൽപ്പാടിയുടെ ഗ്ലാസ് ഒക്കെ വെവൽ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ഗ്ലാസ് ആണ്. ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ സ്വീകരണ മുറി. നല്ല വിശാലമായൊരു സ്വീകരണ മുറി, നല്ല ഇന്റീരിയർ വർക്കുകളോട് കൂടിയ നല്ല വിശാലമായൊരു സ്വീകരണ മുറിയാണ് നമുക്ക് ഒരുക്കപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. ഇതാണ് TV യൂണിറ്റ് നമ്മൾ കണ്ടു. ഇതാണ് നമ്മുടെ സ്വീകരണ മുറിയുടെ വലിപ്പം. ഇവിടെ കൊടുത്തിരിക്കുന്ന ജനൽപ്പാളികള്, ഇന്റീരിയർ ജിപ്സം വർക്കുകൾ എല്ലാം നമുക്കൊന്ന് കാണേണ്ടത് തന്നെയാണ്. അടിപൊളി വർക്കുകളാണ്. 14 സെന്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന നല്ല കുട്ടപ്പനായിട്ട് പണി തീർത്തിരിക്കുന്ന നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മുടെ പാർട്ടീഷൻ വർക്കാണ്. പാർട്ടീഷൻ വർക്കില് ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ സ്വിച്ച് ഓണാക്കാൻ വിട്ടുപോയതെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലെ സ്വിച്ചുകളൊക്കെ ഓണാകാത്തത്. ഇത് TV യൂണിറ്റ്. ഇതെല്ലാം തടി കൊണ്ടുള്ള വർക്കുകളാണ്. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വന്നിരിക്കുന്നത്. ഡൈനിങ് ഏരിയ
ഡൈനിങ് ഏരിയയിൽ നല്ല ഫാൻസി ലൈറ്റുകൾ, അതുപോലെ തന്നെ ജിപ്സം പ്രൊഫൈൽ ലൈറ്റുകൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള്. ഇവിടത്തെയും ഗ്ലാസ് ബെവൽ ചെയ്തിരിക്കുന്ന ഗ്ലാസ് ആണ്, വിൻഡോയുടെ ഗ്ലാസ്. ഇതാണ് ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുക. നമുക്ക് നമ്മുടെ പതിവ് പോലെ തന്നെ നമ്മുടെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് ഓപ്പൺ കിച്ചൺ കാണാനായിട്ട് പോകാം. അതിനു മുമ്പ് നമുക്ക് ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടാലോ. ഇതാണ് നമ്മുടെ വാഷ് കൗണ്ടർ. വാഷ് കൗണ്ടർ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന, നല്ല WPC ഉപയോഗിച്ച് പാനൽ ചെയ്ത് അതിൻ്റെ ബാക്കി ടൈൽ വർക്ക് ചെയ്തിരിക്കുന്ന നല്ല ഒരു വാഷ് കൗണ്ടർ. ഇവിടെ സോപ്പൊക്കെ ഹാൻഡ് വാഷൊക്കെ വെക്കുവാനായിട്ടുള്ള സംഭവം ആണ്. ഇതാണ് സെറായുടെ വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 3 ബെഡ്റൂമും ഈ സൈഡിൽ തന്നെയാണ്. അപ്പം 3 ബെഡ്റൂമിലേക്കുമുള്ള ഒരു പാസേജ് ആണ് ഈ കാണുന്നത്. ഇത് അതിനിടയ്ക്ക് വന്നൊരു സ്പേസ് ഒട്ടും വെറുതെ കളയാതെ അത് അത്രയും ഭാഗം കബോർഡ് വർക്കുകൾ ചെയ്തുകൊണ്ട് തുണി അയൺ ചെയ്യുവാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുവാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കാണുവാനായിട്ട് കയറുകയാണ്. ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം തടിയാണ്. ബെഡ്റൂമിനകത്തേക്ക് കയറി കഴിയുമ്പോൾ ഒരു ഫാന്, ഒരു ഫാൻസി ലൈറ്റ്, ഒരു ട്യൂബ് ലൈറ്റ് ഇത്രയും കൊടുത്തിട്ടുണ്ട്. മുകളിൽ LED ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ബെഡ് അവർ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ടെമ്പററി ആയിട്ടൊന്ന് വരുമ്പോഴൊക്കെ വല്ലപ്പോഴും വരുമ്പോൾ ഒന്ന് വിശ്രമിക്കുവാൻ വേണ്ടിയിട്ട് എയർ ബെഡ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അത് അവർ കൊണ്ടുപോകുന്നത് അതിൽ ഉൾപ്പെടുന്നതല്ല. എനിവേ നമുക്ക് AC പോയിന്റ് എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ടോയ്ലറ്റിന്റെ ദൃശ്യങ്ങൾ. ഷവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ക്ലോസറ്റുകളെല്ലാം സെറായാണ്. അതുപോലെ തന്നെ ഷവർ സെറായാണ്. മിറർ ലാമ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോയ്ലറ്റിന്റെ ഡോറുകളൊക്കെ ആണെങ്കിലും എല്ലാം കമ്പനി സാധനങ്ങൾ തന്നെയാണ്, കമ്പനി ഡോറുകൾ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനോടൊപ്പം ഇവിടെ ഒരു ഫാൻസി ലൈറ്റ്, നല്ല ഭംഗിയുള്ള ഒരു ഫാൻസി ലൈറ്റ് കാണാം. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്, രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂം 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ, നല്ല ബെഡ്റൂമുകൾ തന്നെയാണ് എല്ലാം. ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് വന്നിരിക്കുക. ടോയ്ലറ്റൊക്കെ അസാമാന്യം നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകൾ തന്നെയാണ്. നല്ല ഡിസൈനോട് കൂടിയുള്ള ടൈല് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം പോകാം. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മ്യൂണിസിപ്പൽ ഫണ്ട്സ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുക. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. പോകാനായിട്ടുള്ള ആക്സസ് എന്ന് പറയുന്നത് ഈരാറ്റുപേട്ട പാല ഹൈവേ, അത് ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേ എന്നറിയപ്പെടുന്ന ഹൈവേയുമായിട്ട് 200 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിന് ഉള്ളത്. അത്രയും സൗകര്യപ്രദമായിട്ടുള്ള ലൊക്കേഷനിൽ ലാൻഡ് വാല്യൂ, സ്ഥലത്തിന് വില കൂടുതലുള്ളൊരു മേഖലയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മേഖലയിൽ ഇത്രയും നല്ല മനോഹരമായ നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ പണിയെടുപ്പിക്കപ്പെട്ട വീട്. ചോദിക്കുന്ന വില നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, 92 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. അത് നെഗോഷ്യബിൾ ആണ്. സ്ഥലം കൂടുതലാണ് ഇട്ട് ചെയ്തിരിക്കുന്നത്. കാരണം 14 സെന്റ് സ്ഥലത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാൻഡ് അളവ് കൂടുതൽ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ബെഡ്റൂം 3 നമ്മൾ കണ്ടു, വാഷ് ഏരിയ കണ്ടു, ഡൈനിങ് ഹാള് കണ്ടു. ഇനി നമുക്ക് കാണുവാനായിട്ടുള്ള നമ്മുടെ ഈ വീടിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലമാണ് കിച്ചൺ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എല്ലാം ഉണ്ടാക്കേണ്ട വീടിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലം കിച്ചൺ. ആ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് വന്നിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ ഇവിടെ ഒരു വുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നു. വുഡിന്റെ ഫിനിഷുള്ള, മാറ്റ് ഫിനിഷുള്ള ടൈല് ഫ്ലോറിന് വിരിച്ചിരിക്കുന്നു. കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക. നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ അടിപൊളി കിച്ചൺ. അവിടെ ഇലക്ട്രിക് ചിമ്മിനി ചെയ്തിട്ടുണ്ട്. ഇത് കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഡോറ് നമ്മൾ ഈ ഭാഗമൊക്കെ ഒന്ന് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി കൂടുതൽ കാണേണ്ട കാര്യമില്ല. തൊട്ടപ്പുറത്തൊന്നും വീടുകൾ വരാൻ സാധ്യതയുള്ള മേഖലയുമല്ല. അപ്പോൾ നല്ല റെസിഡൻഷ്യൽ മേഖല, എന്നാൽ പ്രൈവസി ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലുള്ള നല്ല അടിപൊളി വീട്.
അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നുന്നവർ മീനച്ചിൽ ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക് ഉടനടി വിളിക്കൂ. നിങ്ങൾക്ക് ഈ വീട് സ്ഥലവും കാണണമെന്നുള്ളവർ ഒട്ടും താമസിക്കേണ്ട. അപ്പോൾ ഇത് നല്ലൊരു ഗ്രാൻഡായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രാൻഡായിട്ടുള്ള മേഖലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീട്, അടിപൊളി ലൊക്കേഷൻ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഈ വീട് കാണണം എന്ന ആഗ്രഹമുള്ളവർ ഞങ്ങളെ വിളിക്കുവാനും ഒട്ടും മടിക്കരുത്, മറക്കരുത്, താമസിക്കരുത്. അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.